2026 വേൾഡ് കപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വെറും 46 ദിവസം മാത്രം. ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുകയാണ് ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്നറിയാൻ വേണ്ടി. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന, റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസ്, നിലവിലെ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ബ്രസീൽ, പിന്നെ യൂറോ ചാമ്പ്യന്മാരായ സ്പെയിന്, നാഷൻസ് ലീഗ് ചാമ്പ്യന്മാരായ പോർച്ചുഗൽ, യൂറോ വമ്പന്മാരായ ഇംഗ്ലണ്ട് എന്നിവരെല്ലാം വലിയ സാധ്യതയാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ കൽപ്പിക്കുന്നത്. ഈ ടീമുകളെല്ലാം ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെയുണ്ട്. ഒരുപാട് ടീമുകളുണ്ടെങ്കിലും വേൾഡ് കപ്പിലെ ഏറ്റവും അപകടകരമായ ടീം ഏതായിരിക്കും? ഇപ്പോൾ ഇതിനൊരു ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അർജൻറ്റീനയുടെ പ്രമുഖ മാധ്യമമായ TYC സ്പോർട്സ്. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും സാധ്യതയുള്ള ടീം ഏതാണെന്നാണ് TYC സ്പോർട്സ് പ്രവചിച്ചിരിക്കുന്നത്. അവരുടെ പ്രവചനം ഇങ്ങനെയാണ്: നിലവിലെ 2018 ലോക ചാമ്പ്യന്മാരും കഴിഞ്ഞ വേൾഡ് കപ്പിലെ റണ്ണേഴ്സപ്പുകളുമായ ഫ്രാൻസാണ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും അപകടകരമായ ടീം. എതിരാളികളെല്ലാവരും സൂക്ഷിക്കേണ്ട ടീം എന്നാണ് TYC സ്പോർട്സിൻ്റെ കണ്ടെത്തൽ. നിലവിൽ കൺസിസ്റ്റൻ്റായി അർജൻറ്റീനക്കൊപ്പം പന്ത് തട്ടുന്ന ഏക ടീമാണ് ഫ്രാൻസ്. 2018 മുതൽ ഈ കാലം വരെ അവർ മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കിലിയൻ എംബാപ്പെ, ഉസ്മാനെ ഡെംബെലെ, കോളോ മുവാനി, മാർക്കസ് തുറാം, കിങ്സ്ലി കോമൻ, ഓലീസെ എന്നിങ്ങനെ തുടങ്ങി ശക്തമായ മുന്നേറ്റ നിര നിലവിൽ ഫ്രാൻസിനൊപ്പമുണ്ട്. ഷുഷമേനിയും കമാവിംഗയും റാബിയോട്ടും സിറ എംബ്രിയയും യൂസഫ് ഫഫാനയും എല്ലാം അടങ്ങിയ മധ്യനിരയും ശക്തമാണ്. ഡിഫൻസിൻ്റെ കാര്യം എടുത്തു പറയേണ്ട, ശക്തമായ ഡിഫൻസ് ലൈൻ നിലവിൽ ഫ്രാൻസിനൊപ്പമുണ്ട്. കഴിഞ്ഞ തുടർച്ചയായ 2 വേൾഡ് കപ്പുകളിലെ ഫൈനലിസ്റ്റുകളാണ് ഫ്രാൻസ് എന്ന കാര്യം കൂടി ഓർക്കണം. ഇതൊരു അപൂർവ നേട്ടമാണ്. നിങ്ങളുടെ ഒപ്പീനിയനിൽ ഇത്തവണ ഏറ്റവും അപകടകരമായ ടീം ഏതാണ്? മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് നൗ. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.